ഹായ് ഗൈസ്, ഞങ്ങളുടെ അൺഹിഡൻ വൈബ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് വ്ലോഗ് ചെയ്യാൻ പോണ് KFCയുടെ ചാലഞ്ച് ചെയ്യാൻ പോണ്, ഫുഡ് ചാലഞ്ച്. അപ്പൊ ഫുഡ് ചാലഞ്ച് എന്ന് പറഞ്ഞപ്പോ ഗൈസ്, എനിക്ക് ചാലഞ്ച് ചെയ്യാൻ ഇവളെക്കാളും വലിയൊരു കോമ്പറ്റീറ്റർ ഈ ലൈഫിൽ ആരും കിട്ടത്തില്ല. ഗൈസ്, നമ്മൾ ഫുഡ് ചാലഞ്ചിനുള്ള നമ്മുടെ KFC അടിപൊളി ബർഗർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്ന നല്ല അടിപൊളി 10 ഹോട്ട് ആൻഡ് ക്രിസ്പി ചിക്കൻ ആണ് ഗൈസ്. വിശക്കുന്നുണ്ടാവും? ഞാൻ രാവിലെ തൊട്ട് ഫുൾ ഡയറ്റാണ്, ചപ്പാത്തി മാത്രമേ. അപ്പൊ നമ്മുടെ പെപ്സി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളപ്പോ നമ്മുടെ ചാലഞ്ച് തുടങ്ങാൻ പോവാ. അപ്പൊ ആദ്യത്തെ ചാലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സിംഗർ ബർഗറിലെ ഈ ഒരു സാധനം ഇതിനെ ഞങ്ങൾ ഫുള്ളായിട്ട് തിന്നു തീർക്കണം ഗൈസ്. അപ്പൊ ടോട്ടൽ ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ 10 മിനിറ്റത്തെ ചാലഞ്ചാണ്. 10 മിനിറ്റ് കേട്ടോ. ഈ സിംഗർ ബർഗറും നമ്മള് ചിക്കനും കൂടെ 10 മിനിറ്റിനുള്ളിൽ എന്തോരം തീർക്കാൻ പറ്റും, ആരാണ് കൂടുതൽ തിന്നുന്നത്, അതാണ് ഈ ചലഞ്ച് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ എത്ര പീസും എത്ര ബർഗർ ഉള്ളേ ഉള്ളൂ, എത്ര പീസ് ചിക്കനും ഈ ബർഗറും തിന്നാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മള് ടൈമർ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ അറ്റാക്ക് തുടങ്ങിക്കോ. അത് അടിപൊളി ബർഗറാണ്. വിശക്കുന്നതുകൊണ്ട് ചിലപ്പോ തോന്നുന്നതായിരിക്കും, അതോ ഇതിന്റെ ടേസ്റ്റിങ്ങാണോ ഒന്നും അറിയില്ല. പക്ഷെ ചവയ്ക്കാൻ പറ്റുള്ളൂ. നീ എങ്ങനെ മീനു ബർഗർ ചലഞ്ച് എന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഇനി അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് വിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. വിങ്സ് തന്ത്രപൂർവ്വം എടുത്തിരിക്കുകയാണ്. കുഞ്ഞു വിധന്റെ വിങ്സ്. എന്റെ ചിക്കൻ തീർന്നു, ബർഗർ തീർന്നു. ഞാനും തുടങ്ങി അറ്റാക്ക് തുടങ്ങി. എന്റെ സെക്കൻഡ് പീസാണിത്. അപ്പൊ നമുക്കിത് എടുത്ത് തുടങ്ങാം. ഇന്ന് ഓരോ ഫുഡ് വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയുണ്ട്. പക്ഷെ ഫസ്റ്റ് ചിക്കൻ ഇത്ര മതി, ഇത്ര മതി. അതെ, ലാസ്റ്റ് നോക്കാം. ഒരു തമിഴിലാണെങ്കിൽ ഇതാവുണ്ടല്ലോ, ഒരു പല്ലില്ലാത്ത ഒരാള് ഉരുളെടുത്തിട്ട് തൈയില് ഒരു 4-5 മുട്ടയൊക്കെ വെച്ചിട്ട് ഒറ്റ സമ്മതിക്കാൻ തൊഴിൽ. ഞാൻ എപ്പോഴും കാണുന്നത് വിശന്നിരിക്കുമ്പോ അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അത് കാണുമ്പോൾ വിശവും. മൂന്നാമത്തെ പീസ് എടുക്കുന്നതാണ്. 9 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഏതാണ്? എന്താ മൂന്നാമത്തെ പീസ് ഫിനിഷ് ആയിരിക്കണം. ഇതിന് പ്രൈസ് കഴിഞ്ഞ് നന്നായി കിട്ടും. 10 മിനിറ്റ് 2 മിനിറ്റ് കൂടെ ഞാൻ നമുക്ക് 2 മിനിറ്റ് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. 10 മിനിറ്റ് നമ്മള് വിശന്നിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ആർത്തികൾ കേട്ടോ. സംഭവം കിട്ടിക്കഴിഞ്ഞാല് 2 പീസ് കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും. അതേസമയം നമ്മള് ഏകദേശം 10 മിനിറ്റോളം കഴിച്ച് നമ്മുടെ ബർഗർ എന്തായാലും ഫുഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കനും കഴിച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കഴിച്ചത് കറക്റ്റ് ഞാൻ എന്തോരം കഴിച്ചു, അവൾ എന്തോരം കഴിച്ചു, മീൻ എന്തോരം കഴിച്ചു, നമുക്ക് എക്സാക്ട്ലി നോക്കാം. എന്തോരം ചിക്കൻ പീസ് ബാക്കി വന്നിട്ടുണ്ട് ഇതിലും കഷ്ണത്തില് വേസ്റ്റ് ആയിട്ടുള്ളത്. അതൊക്കെ കൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മള് ഈ ഗെയിമിന്റെ വിജയം പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇതാണ്
മീനുവിന്റെ ചിക്കൻ എന്റെ ലെഗ് പ്ലേറ്റ് പീസ് എന്റെ വിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ കഴിച്ചത് എന്റെ ഫസ്റ്റ് ചിക്കൻ ഈ രണ്ടെണ്ണമായിരുന്നു. എന്റെ രണ്ടാമത്തെ ചിക്കൻ ഇതിന്റെ ഇതായിരുന്നു. കഴിക്കത്തുപോലില്ല. ഞാൻ ബാക്കിലെ കഴിച്ചില്ലല്ലേ, മിസ്സായി പോയി ഗൈസ്. ഞാൻ 2 ചിക്കൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തു ഏകദേശം. ഗൈസ് അപ്പൊ നമ്മുടെ ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് ഞാനല്ലോ, മീനുമാണ് വിജയിച്ചിരിക്കുന്നത് ഈ ഗൈസില്. അപ്പൊ മീനു നിനക്ക് ഇഷ്ടമല്ലാത്ത ഫുഡ് ഏതായിരുന്നു? ഇഷ്ടമില്ലാത്ത ഫുഡെന്ന് പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ല, എന്നാലും പ്രത്യേകിച്ച് ഇഷ്ടമല്ലാത്ത ഫുഡ് വെച്ചാൽ വെജിലൊക്കെ ചില കറികളൊന്നും ഇഷ്ടമല്ല. അല്ലാണ്ട് ഇഷ്ടപ്പെടാത്ത ഫുഡ്, എന്നാലും കൂടുതൽ ഇഷ്ടമുള്ളത് ഫുഡ് ഏതാണ്? കൂടുതൽ ഇഷ്ടമല്ലാത്ത ഫുഡോ ഒട്ടും കഴിക്കാൻ താല്പര്യമില്ലാത്ത ഫുഡ്, കഴിക്കുവാൻ തരുവാണെങ്കിൽ കൂടുതൽ കഴിക്കാൻ മൂടില്ലാത്ത ഒരു ഫുഡ്. ഒത്തിരി ഓവർ സ്വീറ്റ് ആയിട്ടുള്ളതൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം. ആണല്ലേ? ആ ഓക്കെ. എനിക്ക് സ്പൈസി ഇഷ്ടം. ഓക്കെ. അപ്പൊ അടുത്ത എന്റെ വീഡിയോയിൽ വരുന്ന ഗൈസ് ജിലേബി ചലഞ്ച് ആണ്. ജിലേബി ചലഞ്ച് എന്റെ വീഡിയോയില് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചു ഗൈസ്. നമ്മള് അടുത്ത വീഡിയോയില് ജിലേബി 100 ജിലേബി ചലഞ്ച് 2 മണിക്കൂർ എടുത്തു. കുഴപ്പമില്ല, ചുമ്മാ പേടിക്കണ്ട. അപ്പൊ ഗൈസ് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാവാം. അപ്പൊ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.